ലോഹങ്ങളും ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമേത്? ഹൈഡ്രജൻ. ലോഹങ്ങളും ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. പദാർത്ഥങ്ങളിൽ അവസ്ഥാപരിവർത്തനത്തിന് കാരണമായ ഊർജ്ജരൂപമാണ് താപോർജ്ജം. പദാർത്ഥങ്ങളിൽ അവസ്ഥാപരിവർത്തനത്തിന് കാരണമായ ഊർജ്ജരൂപമേത്? താപോർജ്ജം. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ഛിന്നഗ്രഹ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത്? ചൊവ്വ, വ്യാഴം ഗ്രഹങ്ങൾക്കിടയിലാണ് ഛിന്നഗ്രഹ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത്. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന സെല്ലുകളേവ? ലിഥിയം അയോൺ സെല്ലാണ് മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്നത്. ലിഥിയം അയോൺ സെൽ മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്നു. ഭൂമിയിൽ 60 കിലോ ഭാരമുള്ള ഒരു വസ്തുവിന്റെ ചന്ദ്രനിലെ ഭാരം 10 കിലോഗ്രാമാണ്. ഭൂമിയിൽ 60 കിലോ ഭാരമുള്ള ഒരു വസ്തുവിന്റെ ചന്ദ്രനിലെ ഭാരം 10 കിലോഗ്രാം. ഖരാവസ്ഥയിലുള്ള അലോഹത്തിന് ഉദാഹരണമാണ് ഫോസ്ഫറസ്. ഫോസ്ഫറസ് ഒരു ഖരാവസ്ഥയിലുള്ള അലോഹമാണ്. രക്തത്തിലെ എന്തിന്റെ അളവ് നിർണ്ണയിക്കുന്ന ടെസ്റ്റാണ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്. കൊളസ്ട്രോൾ. രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് നിർണ്ണയിക്കുന്ന ടെസ്റ്റാണ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്. നാളികളിൽ വളർന്നു പെരുകുന്നത് ഏതു രോഗത്തിന്റെ അണുക്കളാണ്? എലിപ്പനി. കരൾ രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, മഞ്ഞപ്പിത്തം. കരൾ രോഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, മഞ്ഞപ്പിത്തം. നാഡികൾ, ചുവന്ന രക്താണുക്കൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. നാഡികൾ, ചുവന്ന രക്താണുക്കൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഇ. വൃക്കകളുടെ പ്രവർത്തനം സുഗമമാക്കാൻ മുതിർന്നവർ കുറഞ്ഞത് എത്ര അളവ് വെള്ളം ഒരു ദിവസം കുടിക്കണം? 3 ലിറ്റർ വരെയുള്ള വെള്ളം കുടിക്കണം. ശരീരത്തിലെ രക്തബാങ്ക് പ്ലീഹ. ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. വിറ്റാമിൻ എച്ച് എന്ന് പറയുന്നത് ബയോട്ടിൻ ആണ്. വിറ്റാമിൻ എച്ച്, ബയോട്ടിൻ. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് ജി പരമേശ്വരൻ പിള്ളയാണ്. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് ജി പരമേശ്വരൻ പിള്ള. പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന വയനാടാണ്. പക്ഷിപാതാളം പക്ഷി സങ്കേതം വയനാട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി 1976 ആണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി 1976. രാഷ്ട്രപതി രാജിക്കത്ത് നൽകേണ്ടത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി രാജിക്കത്ത് നൽകേണ്ടത് ഉപരാഷ്ട്രപതി. നാവിക കലാപം ആരംഭിച്ചത് മുംബൈയിലാണ്. നാവിക കലാപം ആരംഭിച്ചത് മുംബൈ. ISRO രൂപീകരിക്കപ്പെട്ട വർഷം 1969. ISRO രൂപീകരിക്കപ്പെട്ട വർഷം 1969. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായ മലയാളി KM പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായ മലയാളി KM പണിക്കർ. ചരക്ക് സേവന നികുതി പ്രാബല്യത്തിലാക്കിയ ഭരണഘടനാ ഭേദഗതി 101 ഭേദഗതി. ചരക്ക് സേവന നികുതി പ്രാബല്യത്തിലാക്കിയ ഭരണഘടനാ ഭേദഗതി 101 ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യത്തെ ഭേദഗതി വരുത്തിയ വർഷം 1951. ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യത്തെ ഭേദഗതി വരുത്തിയ വർഷം 1951. പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ന്യൂസിലൻഡാണ്. പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ന്യൂസിലൻഡാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡൽ പട്ടികയിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് 1 സ്വർണവും 4 വെങ്കലവും 2 വെള്ളിയുമാണ്. അങ്ങനെ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 7 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. നോവലിനുള്ള 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ PF മാത്യൂസ് ആണ്. ഇന്ത്യയുടെ 75-ാം സ്വാതന്ത്ര്യ വാർഷികത്തോട് അനുബന്ധിച്ച് നൽകിയിട്ടുള്ള പേരാണ് ആസാദി കാ അമൃത് മഹോത്സവ്. അപ്പം ആസാദി കാ അമൃത് മഹോത്സവം എന്ന് പറയുന്നത് ഇന്ത്യയുടെ 75-ാം സ്വാതന്ത്ര്യ വാർഷിക ആഘോഷത്തിന് നൽകിയ പേരാണ്. ലോകത്തിൽ ആദ്യമായി COVID-19 വാക്സിൻ പുറത്തിറക്കിയ രാജ്യമാണ് റഷ്യ. ഇപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് കോവിഡ് വാക്സിൻ പുറത്തിറക്കിയ രാജ്യം റഷ്യയാണ്. പരസ്യങ്ങളിൽ ദൈവത്തിന്റെ പേര് ഉപയോഗിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയ ഹൈക്കോടതി ബോംബെ ഹൈക്കോടതിയാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ നിരീക്ഷണത്തിനായി DRDO വികസിപ്പിച്ച ഉപഗ്രഹമാണ് സിന്ധു നേത്ര. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ നിരീക്ഷണത്തിനായി DRDO വികസിപ്പിച്ച ഉപഗ്രഹമാണ്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിന് 1-ാം സ്ഥാനം കയർ വ്യവസായമാണ്. കേരള സർക്കാർ സംസ്ഥാന കയർവർഷമായി ആചരിച്ചത് 2010. ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് പീസ് സെന്റർ സ്ഥാപിതമായ സംസ്ഥാനം ഹരിയാനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് പീസ് സെന്റർ സ്ഥാപിതമായ സംസ്ഥാനം ഹരിയാന. ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നരേഷ് ചന്ദ്ര സെൻ ഗുപ്തയാണ്. ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നരേഷ് ചന്ദ്ര സെൻ ഗുപ്തയാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-നാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടനയാണ് IUCN. ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന IUCN ആണ്. തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളാണ് മുടിയനായ പുത്രൻ, പുതിയ ആകാശം, പുതിയ ഭൂമി, അശ്വമേധം എന്നിവ തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളാണ്. ആ മനുഷ്യൻ നീ തന്നെ എന്ന കൃതി രചിച്ചത് CJ തോമസ് ആണ്. ആ മനുഷ്യൻ നീ തന്നെ. നിലാവിന്റെ നാട്ടിൽ അഷിതയാണ്. നിർമ്മാണ സമിതി സെക്രട്ടറിയാണ് HC മുഖർജി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സെക്രട്ടറിയാണ് HC മുഖർജി. BSNL രൂപീകൃതമായത് 2000 സെപ്റ്റംബർ 15-നാണ്. BSNL രൂപീകൃതമായത് 2000 സെപ്റ്റംബർ 15. സ്ഥിരാനുപാത നിയമം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രൗസ്റ്റ്. സ്ഥിരാനുപാത നിയമം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രൗസ്റ്റ് ആണ്. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1884-ലാണ്. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പദ്ധതി നിലവിൽ വന്നത് 1884-ലാണ്. ശുചീന്ദ്രം സത്യാഗ്രഹം 1926, ഗുരുവായൂർ സത്യാഗ്രഹം 1931, നിവർത്തന പ്രക്ഷോഭം 1932, കയ്യൂർ സമരം 1941. ശുചീന്ദ്ര സത്യാഗ്രഹം 1926, ഗുരുവായൂർ സത്യാഗ്രഹം 1931, നിവർത്തന പ്രക്ഷോഭം 1932, കയ്യൂർ സമരം 1941.
2022 മുതൽ ആചരിച്ചു തുടങ്ങിയ ദേശീയ ഡോൾഫിൻ ദിനമാണ് ഒക്ടോബർ 5. അപ്പോൾ ഒക്ടോബർ 5-ന് ദേശീയ ഡോൾഫിൻ ദിനമായിട്ട് 2022 മുതൽ ആചരിക്കുന്നു. അപ്പോൾ ദേശീയ ഡോൾഫിൻ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 5-നാണ്. സുരേന്ദ്രനാഥ ബാനർജി രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നു. സുരേന്ദ്രനാഥൻ ബാനർജിയാണ് രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. എ നേഷൻ ഇൻ മേക്കിംഗ് പുസ്തകം രചിച്ചതും സുരേന്ദ്രനാഥ ബാനർജിയാണ്. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചു. ഭാഗമാണ് ജജനം. ജജനം എന്നറിയപ്പെടുന്നത് ചെറുകുടലിന്റെ മധ്യഭാഗത്തെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന കാർ പുറത്തിറങ്ങിയ കമ്പനി ടൊയോട്ടയാണ്. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന കാർ പുറത്തിറക്കിയ കമ്പനി. അലിപ്പൂർ ഗൂഢാലോചന കേസ് അരവിന്ദ ഘോഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രിയാണ് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. ആയുഷ് ഗ്രാമം ആരോഗ്യ പദ്ധതി ആരംഭിച്ച ജില്ല തിരുവനന്തപുരമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ് ഇന്ദ്രിയ വൈരാഗ്യം, ജാതി ലക്ഷണം, നിർവൃതി പഞ്ചകം. ഇന്ദ്രിയ വൈരാഗ്യം, ജാതി ലക്ഷണം, നിർവൃതി പഞ്ചകം എന്നത് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. സിംഹമുദ്ര ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ്. സിംഹമുദ്ര ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് 1950 ജനുവരി 26. മലബാർ തിയോസോഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് മഞ്ചേരി രാമയ്യറാണ്. മന്ദരോഗികൾക്കായി ലോകത്തെ ആദ്യ ടെലിമെഡിസിൻ സമ്പ്രദായം നിലവിൽ വന്നത് കാസർഗോഡ്. ജുവനൈൽ ഡയബറ്റീസ് എന്നത് ടൈപ്പ് 1 പ്രമേഹമാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദൻ. ഉത്തരാഖണ്ഡ് നിയമസഭയിലെ ആദ്യ വനിതാ സ്പീക്കർ റിതു ഖാണ്ഡുഗിരിയാണ്. ഉത്തരാഖണ്ഡിലെ നിയമസഭയിലെ ആദ്യ വനിതാ സ്പീക്കറാണ് റിതു ഖാണ്ഡൂരി. ഭൂമിയുടെ അപരൻ, ഭൂമിയുടെ ഭൂതകാലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഉപഗ്രഹം ടൈറ്റൻ ആണ്. ഭൂമിയുടെ അപരൻ, ഭൂമിയുടെ ഭൂതകാലം എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഉപഗ്രഹമാണ് ടൈറ്റൻ. കേരളത്തിന്റെ വിവേകാനന്ദൻ ആഗമാനന്ദ സ്വാമികൾ. പൈക വിപ്ലവത്തിന്റെ പ്രധാന നേതാവ് ബക്ഷി ജഗബന്ധു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതി ബ്രാൻഡ് അംബാസഡർ മോഹൻലാൽ. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ല മലപ്പുറം, തൃശൂർ, എറണാകുളം. ജില്ലകളാണ് മലപ്പുറം, തൃശൂർ, എറണാകുളം. മദൻ മോഹൻ മാളവ്യ മഹാമാന്യ എന്നറിയപ്പെടുന്നു. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. 1915 ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യയാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം ഉളിയത്തുകടവ്. ആന്ധ്ര തുമലപ്പള്ളി ഖനി യുറേനിയമാണ്. ആന്ധ്രയിലെ തുമലപ്പള്ളി ഖനി യുറേനിയം. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി പൂനെയിൽ അനാഥ ബാലികാശ്രമം സ്ഥാപിച്ച നവോത്ഥാന നായകൻ DK കാർവെയാണ്. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി പൂനെയിൽ അനാഥ ബാലികാശ്രമം സ്ഥാപിച്ച നവോത്ഥാന നായകൻ DK കാർവെ. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരി ബീഗം ഹസ്രത്ത് മഹലാണ്. നെയ്യിലെ മാലിന്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണം അൾട്രാവയലറ്റ്. കിഫ്ബിയുടെ നിലവിലെ ചെയർമാൻ പിണറായി വിജയൻ. സ്പീക്കറുടെ അഭാവത്തിൽ പാർലമെന്റിലെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ. ഒരു ദ്രാവകം അതിദ്രാവകമായി മാറുന്ന താപനില ലാംഡ പോയിന്റ്. ചുവടെ തന്നിരിക്കുന്നവയിൽ കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകം മെർക്കുറി. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്ത ജില്ല തിരുവനന്തപുരമാണ്. ആ ശങ്കറിന്റെ സഹായത്തോടെ മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച സംഘടന ഹിന്ദു മഹാമണ്ഡലം. ഉദ്ബോധൻ സ്വാമി വിവേകാനന്ദൻ. സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. ഉദ്ബോധൻ സ്വാമി വിവേകാനന്ദൻ.